ഹലോ സ്നേഹ. സോ അടുത്തായിട്ട് എന്റെ ക്ലാസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്നു. എല്ലാം തരുന്നു. സോ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് യുവർ ഇൻട്രൊഡക്ഷൻ, ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? മൈ നെയിം ഇസ് സ്നേഹ. ഞാനൊരു നേഴ്സാണ്. അപ്പൊ ഞാൻ കാനഡയിലേക്ക് നേഴ്സായിട്ട് രജിസ്റ്റർഡ് നേഴ്സായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ IELTS എഴുതാൻ വേണ്ടിയിട്ട് സെലസ്റ്റിൽ IELTS ക്ലാസ്സസിന് ഇതാവുന്നത്. എനിക്ക് ഞാൻ പ്രീവിയസ്ലി PT അറ്റംപ്റ്റ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് ആ ക്ലാസ് എടുത്തിരുന്ന മാഡാണ് എനിക്ക് സെലസ്റ്റിൽ സജസ്റ്റ് ചെയ്തത്. അപ്പൊ ആക്ച്വലി എനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ OET കുറെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് അക്കാദമീസിലൊക്കെ പോയി പഠിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു പേഴ്സണൽ ട്രെയിനർ തന്നെയായിരുന്നു സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് മാഡം ഇങ്ങനെ ഒരു നമ്പർ തന്നത്. അപ്പൊ ഞാൻ വിളിച്ചപ്പോ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. അങ്ങനെ ഞാന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി എനിക്ക് ഭയങ്കര ലോ കോൺഫിഡൻസ് ആയിരുന്നു ക്ലാസ് തുടങ്ങിയ സമയത്തൊക്കെ. പിന്നെ ഞാൻ ഭയങ്കര വെറീഡ് ആയിരുന്നു. ഒന്ന് ഞാൻ എന്റെ ഡെലിവറി കഴിഞ്ഞ് ജസ്റ്റ് 3 months ആയിട്ടുണ്ടായിരുന്നുള്ളൂ ക്ലാസ് തുടങ്ങിയപ്പോ. എനിക്ക് അതിന്റെ കുറെ സ്ട്രഗ്ലിങ്സ് ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തില് പിന്നെ ടൈം ഇഷ്യൂസ്, പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്റെ സ്പീക്കിങ്ങിൽ എനിക്ക് ഭയങ്കര ലോ കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ആകെ തപ്പലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം തുടക്കത്തിലൊക്കെ എനിക്ക് ഒട്ടും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല സംസാരിക്കാനായിട്ട്. കാരണം IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OET-യിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം OET എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന് നമ്മൾ ആൻസർ പറയുന്നു. അത്ര തന്നെ. ഇതങ്ങനെയല്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോസ് വരും. ഞാനാണെങ്കിൽ വേർഡ്സ് കിട്ടാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു തുടക്കത്തില്. അങ്ങനെ ലേറ്റർ ഓൺ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് ഒരു ഫ്ലുവൻസി ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പം എന്റെ കോൺഫിഡൻസ് കുറവും കാര്യങ്ങളൊക്കെ അവൻ ആള് നന്നായി മനസ്സിലാക്കി. എനിക്ക് നല്ല സപ്പോർട്ട് തന്നു. എന്നെ കൊണ്ട് സംസാരിപ്പിക്കും. പിന്നെ ഞാൻ കുറെ അക്കാദമീസിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം OET-ക്ക് ആണെങ്കിലും PT-ക്ക് ആണെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിയത് ഇവിടെ നിന്നാണ്. പിന്നെ എനിക്ക് ഞാൻ എന്തൊക്കെയോ ഗെയിൻ ചെയ്തു. എനിക്ക് അങ്ങനെ തോന്നിയത് ഇവിടെ പഠിച്ചപ്പോഴാണ്. എനിക്ക് കുറെ നോർമലി ഇത്ര ടൈമൊക്കെ സ്പീക്കിങ്ങിനൊക്കെ തരുള്ളൂ അതെ. ട്യൂട്ടേഴ്സ്. പക്ഷെ എനിക്ക് കുറെ സമയം ഒരു 2-3 മണിക്കൂറോളം എന്നോട് സംസാരിക്കുമായിരുന്നു. അതിനിപ്പോ ഇത്ര ടൈം പീരീഡ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഓരോ മാറ്റേഴ്സ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ എനിക്ക് ഫ്ലുവന്റ് ആവാൻ തുടങ്ങി. ഞാൻ എന്റെ ഹസ്ബൻഡിനോടായിരുന്നു നോർമൽ അതെ. സംസാരിച്ചിരുന്നത്. അപ്പം തുടക്ക സ്റ്റേജിൽ ഹസ്ബൻഡ് ഓൾറെഡി IELTS എഴുതിയിട്ടുള്ള ആളാണ്. അപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് 5 പോലും കിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ നീ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് എക്സാമിന്റെ ഡ്യൂ ഡേറ്റ്സ് ആവാൻ തുടങ്ങിയപ്പോ ഞാൻ ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോൾ ഹസ്ബൻഡ് തന്നെ പറയാൻ തുടങ്ങി. എന്റെ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് കൂടി. ഞാൻ കുറെ പുതിയ വാക്കുകൾ പഠിച്ചു. എനിക്ക് കണ്ടിന്യൂസ്ലി ഇപ്പം എന്ത് ചോദിച്ചാലും ആൻസർ പറയാനുള്ള രീതിയിലൊക്കെ ആയി. ഇപ്പം എന്താ, അത് മാത്രമല്ല, ഇപ്പൊ ലിസണിങ് ആയാലും റീഡിങ് ആയാലും റൈറ്റിംഗ് ആയാലും ആഹ് എല്ലാം നമുക്ക് എഫേർട്ട് എടുത്ത് കറക്ഷൻസ് തരുന്നത് എനിക്ക് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി ഇവിടുന്ന്. പിന്നെ റീഡിംഗ് ഒന്നും ഇപ്പൊ ആരും എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്നൊന്നും നമുക്ക് പറഞ്ഞു തരാറില്ല. പക്ഷെ ആളെനിക്ക് അതുവരെ എനിക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് അതിന്റെ ആൻസർ പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അപ്പം എനിക്ക് എന്താ പറയാ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസും ഒരു ഇതാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് സ്പീക്കിങ്ങിന് എനിക്ക് 6.5 കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് 6.5 ഒന്നും കിട്ടുമെന്ന്. ഞാനൊരു 5.5 ഒക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു പോയത്. പക്ഷെ എനിക്ക് അന്ന് എക്സാമിന് എനിക്ക് എന്താ പറയാ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റി. എക്സാം കഴിഞ്ഞപ്പോ സ്പീക്കിംഗ് കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി. എനിക്ക് നല്ല ഉറപ്പായിരുന്നു എന്തായാലും സ്കോർ ഉണ്ടാവുമെന്ന്. അങ്ങനെ അപ്പോ വെരി ഒരു ഭയങ്കര വലിയ ബിഗ് താങ്ക്സ്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് IELTS കിട്ടിയതിന് മാത്രമല്ല, ടോട്ടലി എനിക്ക് എന്റെ എന്റെ കോൺഫിഡൻസ് ലെവൽ ടോട്ടലി ഇമ്പ്രൂവ് ആയി. അതിന് ഞാന് എന്താ പറയാ വലിയ ബിഗ് താങ്ക്സ് പറയുന്നു. ഇപ്പൊ എന്റെ കാനഡയുടെ ഞാൻ NCLEX ആറിന് എഴുതി പാസ്സായി. ഇപ്പൊ എന്റെ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിൽ എനിക്ക് ഈ ഒരു
ഫ്ലുവൻസി ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ബെനിഫിഷ്യൽ. കാരണം അവരായാലും HR ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ടോട്ടൽ ആൻഡ് ഇംപ്രൂവ്മെന്റിന് സെലസ്റ്റിയലിന്റെ ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ചൂസിങ് മൈ ക്ലാസ്സസ്. സോ പേഴ്സണൽ ട്രെയിനർ വേണമെന്നുണ്ടായിരുന്നു, ബട്ട് ഓഫ്ലൈൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ ആക്ച്വലി. സോ എന്തുകൊണ്ടാണ് ഓൺലൈൻ തീരുമാനിച്ചത്? ആക്ച്വലി എനിക്ക് ഓഫ്ലൈൻ പോവാനായിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഒബ്സ്ട്രക്റ്റീവ്സ് ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞാണെങ്കിൽ 3 മാസമായിട്ടുള്ളൂ. ഞാനാണെങ്കിൽ അതാണെങ്കിൽ എന്റെ ഫസ്റ്റ് ബേബിയാണ്. അപ്പം ടോട്ടലി ഞാന് കുഞ്ഞ് ടൈം മാനേജ്മെന്റ് ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം എനിക്ക് കുറെ സമയങ്ങളിൽ എനിക്ക് കൺവീനിയന്റ് ആയിട്ട് ടൈമുകൾ അഡ്ജസ്റ്റ് ചെയ്ത് തരികയാണ് ചെയ്തത്. അപ്പം അതും എനിക്ക് ഒരു ഭയങ്കര ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു. പിന്നെ ആയാലും ഇപ്പം ഞാന് ഓഫ്ലൈൻ ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ്സസും കൂടിയിട്ടുണ്ട്. അപ്പം ഓഫ്ലൈൻ ക്ലാസ്സസിന് പോയിരിക്കുമ്പോ എന്താ പറയാ, എനിക്ക് ഓഫ്ലൈനിനേക്കാളും കൂടുതൽ ഇവിടെ കോൺസെൻട്രേഷൻ കിട്ടിയത് ഓൺലൈൻ ക്ലാസ്സസിനാണ്. അപ്പൊ ഞാൻ ഓൺലൈനിൽ എടുത്താൽ മതി എന്ന് എനിക്ക് അപ്ലൈ ഉണ്ടായിരുന്നു. പിന്നെ പോയി ട്രാവൽ ചെയ്ത് വരാനുള്ള ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് അതാണ് കാരണം. അപ്പോ പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എല്ലാം മൊത്തത്തില് ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. പക്ഷെ എന്താ പറയാ, ആ സമയത്ത് എനിക്ക് ഈ സമയത്ത് എഴുതേണ്ടിയിരുന്നില്ല അങ്ങനെ വരെ തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇതായി. എനിക്ക് ഓവറോൾ 6 മതിയായിരുന്നു. പക്ഷെ 6 ഓവറോൾ എനിക്ക് 6 കിട്ടി. റീഡിങ്ങിനാണ് എനിക്കൊരു ഇത്തിരി 5.5 ആയി. ചെറുതായിട്ട് കുറഞ്ഞത്. പക്ഷെ എനിക്കത് മതി, പോവാനായിട്ട് അത് മതി. വേറെ എന്താ പറയാ, ഞാൻ പിന്നെ എഴുതേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഇത് മതി. റീഡിങ്ങിന് മാത്രം കുറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയുള്ളതിനെല്ലാം എനിക്ക് സ്കോർ ഉണ്ടായിരുന്നു. ലിസണിങ്ങിന് 7 ഉണ്ടായി, റൈറ്റിങ്ങിനാണെങ്കിൽ 6 ഉണ്ടായി. അപ്പം എന്താ പറയാ, ടോട്ടലി എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. അപ്പോ എന്താ എന്റെ ഓവറോൾ എന്റെ മൊത്തത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ആൻസർ പറയാനായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയാ, ഫിയർ ആയിരുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. പിന്നെ ഞാൻ അങ്ങോട്ട് സംസാരിച്ച് ഫ്ലുവൻസി എനിക്ക് കൂടി. അത് മാത്രമല്ല, എന്ത് ചോദിച്ചാലും ആൻസർ പറയാന്നുള്ള നിലയിലായി. അത് ഇപ്പൊ ഇന്റർവ്യൂവിന് എനിക്ക് ക്ലാസ് തന്ന മാഡംസും പറയും, സ്നേഹയ്ക്ക് കുഴപ്പമില്ല, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സ്നേഹ പറഞ്ഞോളൂ എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടെന്ന് അവരെന്നെ പറഞ്ഞു. അപ്പം എന്താ പറയാ, ടോട്ടലി ഞാന് എന്താ പറയാ, വലിയ താങ്ക്സ്. അല്ലാതെ ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താ, എനിക്ക് ഞാനൊരു ട്യൂട്ടറോട് സംസാരിക്കുന്ന പോലെ ഒന്നല്ല സംസാരിച്ചിരുന്നത്. ഒരു അനിയനോടോ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങള് ക്ലാസ് പോയിരുന്നത്. എനിക്ക് കുറെ ഡിഫിക്കൽട്ടീസ് ക്ലാസ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അതൊരു അക്കാദമിന്നൊന്നും എനിക്ക് അങ്ങനെ കിട്ടുന്നു തോന്നുന്നില്ല. പിന്നെ അതൊക്കെ എനിക്ക് ടൈം ആയാലും അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. പല ക്ലാസ്സസും മാറ്റിയിട്ടൊക്കെയാണ് എനിക്ക് ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. അപ്പം എന്താ പറയാ, അതെ, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് ഈ ക്ലാസ്സസ്. അപ്പം എന്താ പറയാ, താങ്ക്സ്. ആൻഡ് റീസെന്റ് ഇപ്പൊ ഒരു ഫ്രണ്ടിനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളും പറഞ്ഞു. അതെ അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ആക്ച്വലി അവളും എന്നെ പോലെ തന്നെയാണ്. അപ്പം എന്നോട് അവളിങ്ങനെ ചോദിച്ചു, ഞാൻ ഏതെങ്കിലും അക്കാദമിയിൽ ജോയിൻ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നേക്കാളും നല്ലത് ഒരു പേഴ്സണൽ ട്രെയിനറിനെ എടുക്കുന്നതായിരിക്കും. കാരണം അവള് ഇതുവരെ ഒറ്റ എക്സാംസും അപ്പിയർ ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ OET എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അപ്പൊ അവള് എന്നോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയ ആൾക്കൊരു പേഴ്സണൽ ട്രെയിനർ ആയിരിക്കും നല്ലത്. അവളും ഇതേപോലെ എന്നെ പോലെ തന്നെയാണ്. കുഞ്ഞുണ്ട്. ഇപ്പൊ കുഞ്ഞിന് 3 മാസം കഴിയണേ ഉള്ളൂ. അപ്പോ എനിക്ക് എന്റെ ആ ഒരു സെയിം ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവൾക്കുള്ളത്. പിന്നെ അവള് ഓൾറെഡി കാനഡയിലുള്ള ആളാണ്. അപ്പം എന്തായാലും എന്നേക്കാളൊക്കെ നല്ല ഫ്ലുവന്റ് ആയിരിക്കും. അപ്പൊ ഒരു നല്ല സപ്പോർട്ടും പിന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് അവൾക്ക്. അപ്പം എനിക്ക് തോന്നി ഇവിടെയാണെങ്കിൽ
അവൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ അവൾക്ക് റെക്കമെൻഡ് ചെയ്തത്. അവൾ അക്കാദമിയിൽ പോയാൽ മതിയെന്ന് 2-3 വട്ടം ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ സോ ഫ്രണ്ട്സിനെല്ലാണ്ട് ഇപ്പൊ ലെറ്റ്സ് നമ്മൾ കാനഡയ്ക്ക് മൂവ് ഓൺ ചെയ്താൽ എല്ലാവരും ചോദിക്കുകയാണ് അയൽസ് പി ആറിന് എന്തിനെങ്കിലും അല്ല സംതിങ് എൽസ് വേറെ പർപ്പസിന് നമ്മൾ അയൽസ് ചെയ്യില്ല. അപ്പൊ അവര് ഉം. ക്ലാസിന്റെ കാര്യം ചോദിച്ചാൽ എന്റെ ക്ലാസ് റെക്കമെൻഡ് ചെയ്യോ? ഐ നോ യു വിൽ ബട്ട് അഗൈൻ. എന്താ പറയാ, റെക്കമെൻഡ് ചെയ്യാതെ മീൻസ് നമുക്ക് പേഴ്സണൽ ആയിട്ട് അടുപ്പുള്ളവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ എന്തായാലും ഞാൻ ഷുവർ ആയിട്ട് റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട് പഠിക്കുന്നുണ്ട്, അവൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് വരുമ്പോ അവളും റെക്കമെൻഡ് ചെയ്യും. കാരണം നമുക്കൊരു ട്യൂട്ടർ എന്നുള്ള നിലയിൽ വിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ, നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നമ്മുടെ പ്ലസ് എന്താണ് മൈനസ് എന്താണ് ഒക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നാൽ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഡോൺ വെറി. പിന്നെന്താ, അങ്ങനെ ഒരു ആവശ്യം വന്ന് എന്തായാലും ചെയ്യും. ഇതിപ്പോ ഓക്കെ ഇവളോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുള്ളൂ. ഓക്കെ സോ വേറൊരു ഡൗട്ട് വരുന്നപ്പോ നിങ്ങളുടെ രണ്ടാളുടെ കാര്യത്തിൽ ഇംഗ്ലീഷ് അത്രയ്ക്ക് അടിപൊളിയൊന്നും ആയിരുന്നില്ല, റൈറ്റ്? ഐ മീൻ ആ ഫ്രണ്ട് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ, അതർവൈസ് ഇപ്പൊ സ്നേഹ വെച്ചാലും ലൈക്ക് ഇറ്റ് വാസൻ സോ ഗുഡ്. ഐ മീൻ അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഉം. ഐഎൽസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അത് ഇപ്പൊ എന്റെ ലെവലിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ട്രെയിനറുടെ അടുത്താണ്. നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ വൊക്കാബുലറീസ് നന്നായി വേണം. പിന്നെ സിനോണിംസും കാര്യങ്ങളൊക്കെ അറിയണം. എന്നാലേ നമുക്ക് ഇപ്പം റിപ്പീറ്റ് ചെയ്ത് ഒരു വേർഡ് തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ സിനോണിംസ് ഒന്നും അറിയില്ലായിരുന്നു, ന്യൂ വേർഡ്സ് അറിയില്ലായിരുന്നു. കാരണം ഞാന് റീഡിങ്ങിലൊക്കെ ഇങ്ങനത്തെ ഇംഗ്ലീഷ് ബുക്സ് ഒക്കെ വായിക്കുന്നത് കുറവായിരുന്നു, ഫിലിംസ് കാണുന്നത് കുറവായിരുന്നു. ഞാൻ പിന്നെ ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഫ്രീ ടൈംസ് അങ്ങനെ കിട്ടുന്നതൊക്കെ ആകെ ഒരു ഓഫ് ഡേ കിട്ടുള്ളൂ. ആ ഓഫ് ഡേയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനേ കിട്ടാറുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനൊന്നും വേണ്ടി അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പം എനിക്ക് ഇത്രയും ലോ ലെവലിൽ കിടക്കുന്ന എനിക്ക് ഇത്രയും നന്നായിട്ട് ഇമ്പ്രൂവ് ആവാമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് സിമ്പിൾ ആയിട്ട് ഇതാക്കാം. കാരണം നമുക്ക് നമുക്ക് നല്ലൊരു സപ്പോർട്ടും പിന്നെ എന്താ പറയാ, കുറച്ചിങ്ങനെ നമ്മളതിനെ നമുക്ക് എന്തെങ്കിലും ഗെയിൻ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് IELTS ക്രാക്ക് ചെയ്യാം. ഞാനിപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുറെ പേര് എന്നോട് ചോദിക്കും OET ആണോ, ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എന്നോട് ചോദിക്കും OET ആണോ IELTS ആണോ എളുപ്പമെന്ന്. ഞാൻ പറയാറ്, ഞാൻ OET എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ പറയാം, ഇപ്പൊ റീഡിങ് വൈസ് ആണെങ്കിലും സ്പീക്കിംഗ് വൈസ് ആണെങ്കിലും എനിക്ക് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നുന്ന IELTS ആണ്. കാരണം OET എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ചോദിക്കുന്നതിന് അവര് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടോട്ടലി ആ സിനാരിയോ ആകെ മാറിപ്പോകും, മാറിപ്പോവും. ബന്ധമില്ലാത്തതായി പോകും. ഇത് IELTS അങ്ങനെയല്ല. അവര് ചോദിക്കുന്നതിന് നമുക്ക് എന്ത് മറുപടി പറയാം, എന്തും പറയാം. ഏത് രീതിയിൽ വേണമെങ്കിലും മറുപടി പറയാം. അത് പോസിറ്റീവായിട്ട് പറയാം, നെഗറ്റീവായിട്ട് പറയാം, അത് ശരിക്കുള്ളത് പറയാം, ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയാം, എന്ത് അതെ, വേണമെങ്കിലും പറയാം. OET ആവുമ്പോ അപ്പൊ നമ്മള് പിന്നെ ഒരു കുഴപ്പമില്ല. OET മെഡിക്കലി എന്ന് കറക്റ്റ് ആയി പറയുമ്പോ പോകണം. അതെ, ഫുൾ മെഡിക്കൽ പേഷ്യന്റ് അങ്ങനെയുള്ള നഴ്സ്, അങ്ങനെ ഒരു കോൺവെർസേഷനാ വരുന്നത്. അപ്പം ടോട്ടലി മറ്റേ ആളെയും കൂടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെ. ഇതങ്ങനെയല്ല, നമുക്ക് എന്തും പറയാം. അപ്പൊ കുറച്ച് ഫ്ലുവൻസി ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് IELTS ക്രാക്ക് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര ലോ ലെവലായി കാരണം ഞാൻ ക്രാക്ക് ചെയ്തെങ്കിൽ എന്തായാലും നോർമലി കുറച്ച് ബോധവും കുറച്ച് ഇംഗ്ലീഷിനെ കുറിച്ച് പരിജ്ഞാനമുള്ളവർക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നല്ല ട്രെയിനർ വേണം കേട്ടോ. അതെ. അതായത് നമുക്ക് എന്തെങ്കിലും ഗെയിൻ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ട്രെയിനറും കൂടി വേണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, വേറെ വല്ലതും പറയാനുണ്ടോ ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്? വേറെന്താ, എനിക്ക് ആകെ ഒരു വലിയ താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ. കാരണം ടോട്ടലി എന്നെ ഇത്ര ഇമ്പ്രൂവ് ആക്കിയേനെ. പിന്നെ എനിക്കിപ്പം ഇന്റർവ്യൂസ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ടെൻഷനായിരുന്നു പണ്ട്. ഇപ്പൊ എനിക്ക് അതെ. ഇന്റർവ്യൂസിന്റെ അടുത്ത ദിവസങ്ങളൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനാവും. ഞാൻ ഇത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കും, എന്ത് പറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ വലിയ ടെൻഷനൊന്നും ഇല്ല. എനിക്ക് എന്ത് ചോദിച്ചാലും ആൻസർ പറയാൻ അറിയും. അങ്ങനെ ഒരു വലിയൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അപ്പം എന്റെ നെക്സ്റ്റ് ലെവൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്റെ നഴ്സിംഗ് റിലേറ്റഡ് അതെ. ആയിട്ടുള്ള ഇന്റർവ്യൂ. അതാണെങ്കിൽ പോലും നമുക്കിപ്പം
പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്ന കുറെ കണക്ടേഴ്സ്, കുറെ വെർബുകൾ, കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു. അത് ഉം. പക്ഷെ അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മൾ നോർമലി ചെറുപ്പം തൊട്ടേ പഠിച്ചു വന്ന അതെ. കാര്യങ്ങള് അങ്ങനെയായിരുന്നു. പക്ഷെ അതില് കുറേ എനിക്ക് മാറ്റം വന്നത് ഇവിടുത്തെ ക്ലാസ് കൊണ്ടാ. കാരണം എനിക്ക് അറിയേ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ റൈറ്റിംഗിലായാലും കുറെ കാര്യങ്ങൾ എഴുതുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അതെനിക്ക് കറക്റ്റ് ചെയ്ത് തന്നത്, ആദ്യമായിട്ട് കറക്റ്റ് ചെയ്ത് തരുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ ഒ ഇ ടിക്ക് പിന്നെ അത്രയും ഗ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഉം. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ല പോലെ എഴുതും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് തന്നത് ഇവിടുന്നാണ്. അങ്ങനെയാണ് എനിക്ക് കുറെ കാര്യങ്ങൾ അറിഞ്ഞത്. എനിക്കിതൊന്നും അറിയേ ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ പറയാ, കുറെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു എന്നെ. പിന്നെന്താ, കുറെ സംസാരിക്കാൻ പഠിപ്പിച്ചു. ഇപ്പൊ ഞങ്ങള് വീട്ടില് ഹസ്ബൻഡായിട്ട് കുറെ ഇംഗ്ലീഷിൽ സംസാരിക്കും, അങ്ങനെ ഇങ്ങനെ വളവ് കഴിക്കും. ഇടയ്ക്ക് കൊച്ചിനോട് സംസാരിക്കും. അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. അപ്പം എന്താ പറയാ, അങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എന്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലായാലും ക്ലയൻസിനോടോ സംസാരിക്കേണ്ടിയൊക്കെ വരുമ്പോ നമ്മള് പേടിയില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സിനോടായാലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വരുമ്പോ പണ്ടൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ എന്ത് തിരിച്ചു പറയും, അങ്ങനെയുള്ള പേഷ്യൻസ് വരല്ലേന്ന് വരെ ചിന്തിച്ച സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. കാരണം ഇനി ഒരിക്കല് വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാനുള്ളതായതുകൊണ്ട് ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. എങ്ങനെ വേണമെങ്കിലും ഒരു പേഷ്യന്റിനെ കൈ കിട്ടിയാൽ ഡീൽ ചെയ്യാം, അങ്ങനെ അതെ. ഒരു നല്ല ഇതിലായി. അപ്പം കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. അത് മാത്രമേ പറയാനുള്ളൂ. ഷുവർ ആയിട്ട് ഞാൻ സെലസ്റ്റിയില് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യും. ഉം. ഇപ്പൊ എന്നോട് ജോലി സ്ഥലത്തായാലും 2-3 പേര് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു. അപ്പം കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്, ആ. സീനിയേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ഒരു എനിക്ക് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ടെൻഷൻ പേടി. ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അതായത് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മള് ചെറുപ്പം തൊട്ടേ പറഞ്ഞ് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇല്ല. നമ്മളൊരു ഒരു ഏജിലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര Yes. ഡിഫിക്കൽട്ട് ആണ്. ഇപ്പം ചെറുപ്പം തൊട്ടേ ഈ ഇംഗ്ലീഷ് മീഡിയം, CBSE ഒക്കെ പഠിച്ചു വന്നവർക്ക് വലിയ കുഴപ്പമില്ല. ഈ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 4-ാം ക്ലാസ് തൊട്ടാണ് ഇംഗ്ലീഷ് കാണുന്നത് നമ്മുടെയൊക്കെ അതെ. ചെറുപ്പത്തില്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ, പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്നതില് കുറെ മിസ്റ്റേക്സ് ഉണ്ട്. മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പം പക്ഷെ നമുക്കറിയില്ല കേട്ടോ, അതൊക്കെ മിസ്റ്റേക്കുകളാണെന്നും നമുക്കറിയില്ല. നമ്മൾ വെച്ച് ഉം. കാച്ചും. പിന്നെ അറിയുന്ന ആൾക്കാർ കേൾക്കുമ്പോഴാണ് അതൊക്കെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് പല കാര്യങ്ങളും നമ്മള് ഭയങ്കര ഇതെന്താ ശരിയാണെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ അതൊക്കെ വലിയ മണ്ടത്തരങ്ങളായിരിക്കും. അതും എനിക്ക് അറിഞ്ഞത് ഇവിടുന്നാണ്. അപ്പം അങ്ങനെ എന്താ പറയാ, എനിവേ ഭയങ്കര നല്ല ക്ലാസ്സുകളായിരുന്നു. ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. ഞാന് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ദൈവമേ ഇവൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ എന്ത് ആൻസർ പറയും. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാനും തിരിച്ച് സംസാരിച്ചാലേ എനിക്ക് എന്തെങ്കിലും ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കുറെ ഉണ്ടാക്കി പറയാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ആർക്കും എളുപ്പാണ്. നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതെ. സിമ്പിൾ ആണ്. കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായി. പിന്നെ 6.5 എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയാ, എനിക്കൊക്കെ ഭയങ്കര നല്ല സ്കോർ ആയിട്ട് തോന്നി. കാരണം ഞാനൊരു 5 ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ എന്ന് വിചാരിച്ച ആൾക്ക് 6.5 കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായി. അപ്പം എന്റെ ലെവലില് 6.5 എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. അപ്പൊ അതോ മെയിൻലി അതിനെ സഹായിച്ചത് സെലസ്റ്റിയലാണ്. എനിക്ക് എന്താ പറയാ, ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് കിട്ടുമെന്ന്. കാരണം എന്റെ ആദ്യത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ 5 പോയിട്ട് അതിലും കുറഞ്ഞ സ്കോർ ഉണ്ടെങ്കിൽ അതേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. അതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ആയത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അല്ല, ഇപ്പൊ എനിക്കിത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ പ്രോസസ്സിംഗ് ഒന്നും എനിക്ക് അതെ. കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇപ്പം നേഴ്സ് ആയതുകൊണ്ട് ഓവറോൾ 6 മതി. അപ്പം ഇനി എന്റെ ഹസ്ബൻഡ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്.
ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 2-3 ദിവസം ക്ലാസ് എടുത്തിട്ട് അതെ. സംസാരിച്ചിട്ട് ചെയ്തോളാൻ. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഉം. അപ്പം ഹസ്ബൻഡിന് എഴുതേണ്ട ഒരു ഇത് വരികയാണ് എന്നുണ്ടെങ്കിൽ ഉം. എന്തായാലും ഹസ്ബൻഡും ഒരു 2-3 ദിവസത്തേക്ക് ജോയിൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യണ്ടാവും. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം എന്റെ ഇതില് ഉം. ഡിപ്പെൻഡന്റ് ആയിട്ട് പോവാം. ഉം. അവിടെ പോയിട്ട് അങ്ങനെ LTS എഴുതിയാൽ മതിയാവുമെന്നാണ് തോന്നുന്നത്. ഉം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതേണ്ടി വരില്ല. വരേണ്ട ഒരു ആവശ്യം വന്നാൽ എന്തായാലും ഒരു 2-3 ദിവസത്തേക്ക് എടുക്കാൻ ഞാൻ അല്ല, പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ആ സ്പൗസ് വിസയില് പോവാന്ന് വെച്ചാലും പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എഴുതേണ്ടി വരും. ആ, ആള് ഫാർമസിസ്റ്റ് ആണ്. ഉം. അപ്പം ഫാർമസിസ്റ്റിന്റെ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഉം. എനിക്കും എന്റെ ഈ എക്സാം എൻക്ലെക്സാർ എന്ന് പറയുന്നത് കുറച്ച് ടഫ് എക്സാം ആയിരുന്നു. അപ്പോ അത് കിട്ടുമോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉം. പാരലൽ ആയിട്ട് എന്റെ പ്രോസസ്സിങ്ങിന്റെ കൂടെ ആളുടെയും തുടങ്ങി. ആ. ആ. അപ്പം ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് കിട്ടി. അപ്പൊ പിന്നെ ഇനിയിപ്പോ ആളേക്ക് അവിടെ ചെന്നിട്ട് ഇനി ജോബിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഉം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ ഇവിടുന്ന് പോകുമ്പോ എഴുതിയിട്ട് പോവും. ഉം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എഴുതും. അവിടുന്ന്. ഉം. തീരുമാനിച്ചിട്ടില്ല. എന്തായാലും പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ അടുത്ത മാസം അവസാനത്തിൽ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് പിന്നെ അങ്ങനെയാണ്. ഉം. അപ്പം ഓൾമോസ്റ്റ് അവർ പറയുന്ന പ്രോസസ്സിങ് അടുത്ത ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും എന്നാണ്. ഉം. PR ഉം. ആയിട്ട് പോകുന്നത് കൊണ്ട് വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഉം. അങ്ങനെയാണ് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കണേ. ഇനിയിപ്പം ചിലപ്പം ഗോഡ് ഗ്രേസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് യെസ്. നേരത്തെ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വൈകിട്ട് പോവാം. അതെ, എങ്ങനെ അങ്ങനെ. പോയാലും പോവാം. പിന്നെ അതെ, എങ്ങനെ അതെ. പോവാം എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായി. ആ. ഇത്ര നാൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ഇന്റർവ്യൂ ഒക്കെ ഉം. കിട്ടിയോണ്ട് ഇനിയിപ്പോ പോവാന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമായി. എന്താ പറയാ, നഴ്സിംഗ് പഠിച്ചിറങ്ങിയപ്പോ തൊട്ടുള്ള ഒരു അംബീഷനും ഒരു വലിയ ഡ്രീമും ആയിരുന്നു ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി വർക്ക് ചെയ്ത് ഉം. ഇതാവണം എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയുള്ള സ്ട്രഗ്ലിങ്സിലായിരുന്നു ഇത്ര നാളും. അപ്പോ ഇതാണെങ്കിൽ ഈ എക്സാം എഴുതിയതൊക്കെ മോസ്റ്റ് ഡിഫിക്കൽട്ട് പീരീഡിലാണ്. കുഞ്ഞ് ഉറക്കം അതെ. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന ആ, സമയമായിരുന്നു ഇടയ്ക്ക് അന്നാ എന്റെ ബേബി വന്നിട്ട് കൂട്ടത്തില്. തലയൊക്കെ പറഞ്ഞു. ആ അതെ. കൊച്ചാണെങ്കിൽ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ കൈ പിടിച്ച് ക്ലാസ് കൂടിയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഉം. അതെ. അപ്പം എന്താ പറയാ, എനിവേ എന്തായാലും കഴിഞ്ഞു. അപ്പം വേറെ യെസ്. എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Yep. ഇതേപോലെ എന്നെ പോലെ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഇനിയും എന്താ പറയാ, വേറെ കുറെ ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുത്ത് നല്ല നല്ല വിജയം എല്ലാവർക്കും കിട്ടട്ടെ. അതിന് Yes. നിങ്ങൾക്ക് അക്കാദമിക്ക് സാധിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. Thank you so അങ്ങനെ. much. അപ്പോ ഓൾ ദി ബെസ്റ്റ്. Thank you so much again. Okay. ആ, ഇത്രയേ ഉള്ളൂ.